അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ വളരെ പവിത്രമായ ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വളരെ മനോഹരമായി ലോകത്ത് പ്രഖ്യാപിച്ച ശുദ്ധ ഖുർആനിലെ പവിത്രമായ ഒരു സൂറത്ത് എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ 1/3 ഒരു ഭാഗമാണ് അത് ഓതിയാൽ കിട്ടുന്ന കൂലി. 3 തവണ ഓതിയാൽ ഒരു ഖത്മ ചെയ്ത കൂലിയാണ് എന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പരിശുദ്ധമായ ആശൂറായിന്റെ ദിവസം അത് 1000 തവണ പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമാണ് എന്ന് ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചത് കാണാം. ആ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ എന്തെല്ലാം ഗുണങ്ങൾ ആശൂറായിന്റെ ദിവസം അത് പാരായണം ചെയ്യുന്നവർക്ക് ലഭിക്കണമോ അതെല്ലാം അള്ളാഹു നമുക്ക് തരണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഇഖ്ലാസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. എല്ലാ നിയത്തുകളും നമുക്ക് കരുതാം. ഏറ്റവും പ്രധാനമായി നമ്മൾ കരുതേണ്ടത് നമ്മുടെ ആഖിബത്തിനെ കുറിച്ചാണ്. മരിക്കുന്ന സമയത്ത് ഈമാനോടെ 1000 തവണ എന്ന് പറയുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും 10,000-കണക്കിന് വീടുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒരേ സമയം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയാണ്. അതൊരുപാട് നല്ല നല്ല ഉമ്മമാരുണ്ടാകും, നല്ല നല്ല ഉപ്പമാരുണ്ടാകും, നല്ല നല്ല സയ്യിദന്മാരുണ്ടാകും, ബീവിമാരുണ്ടാകും, അങ്ങനെ പലരും ഉണ്ടാകും. നമ്മുടെ ഈ മജ്ലിസ് നടക്കുന്നത് രോഗങ്ങൾ കരുതാം. അതുപോലെ തന്നെ എന്ത് പ്രയാസമാണോ, കടമാണോ, അതുപോലെ തന്നെ ജോലിയില്ലാത്തതാണോ, വീടില്ലാത്തതാണോ, മക്കളില്ലാത്തതാണോ, വിവാഹപ്രായമായ മക്കളുള്ളവരാണോ, അതുപോലെ മക്കളുടെ സ്വഭാവം നന്നാവണമെന്നാണോ, ഭർത്താവിന്റെ സ്വഭാവം നന്നാവണമെന്നാണോ, ഭാര്യയുടെ സ്വഭാവം നന്നാവണമെന്നാണോ, അങ്ങനെ തുടങ്ങി ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ മുറാദുകളും ഇനി മദീനയിലെത്തണമെന്നത്, അങ്ങനെ നമ്മൾ 1000 തവണ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്. എവിടെയാണ് നിങ്ങൾ ഇരുന്ന് ചൊല്ലിയാലും, ഏത് ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾ ചൊല്ലിയാലും എല്ലാം നാഥനായ റബ്ബ് കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടെ സൂറത്തുൽ ഇഖ്ലാസ് 1000 തവണ പാരായണം ചെയ്യണം. അതിലൊന്നുപോലെ നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഉറക്കി വരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അല്പം വെള്ളമെടുത്തൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയാൽ, ചില ഉമ്മമാരുണ്ടാവും, വയസ്സായ ഉമ്മമാരൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലൊക്കെ അപ്പോഴൊക്കെ ഒന്ന് ഉഷാറായി ഒന്ന് നല്ല നിലക്ക് ചൊല്ല. പ്രത്യേകിച്ച് 1000 സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഈ ദിവസം ഓർക്കുന്ന മഹാന്മാരായ അമ്പിയാക്കൾ, പ്രത്യേകിച്ച് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ ഈ പവിത്രമായ ദിവസത്തിൽ നമ്മോട് വിട പറഞ്ഞു പോയ കർബലയിലെ ധീരരക്തസാക്ഷി, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ് സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും, അതുപോലെ ആ കർബലയിൽ ധീരരക്തസാക്ഷികളായ ഒരുപാട് ശുഹദാക്കളായ അഹ്ലു ബൈത്ത് അവരൊക്കെ കരുതണം. മമ്പറും ഞങ്ങളുപ്പാപ്പാനെ കരുതണം. അതുപോലെ തന്നെ ഈ മാസത്തിൽ ഞങ്ങൾ അനുസ്മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ കരുതണം. ബഹുമാനപ്പെട്ട മൗലിയാരുപ്പാപ്പ ഓമച്ചപ്പുഴയിൽ വിശ്രമിക്കുന്നവര്, അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാന്മാർ, പി.എ. ഉസ്താദ്, കൂറത്തു തങ്ങള്, ലത്തീഫ് സാദി ബഷീർ ഉസ്താദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഈ മുഹറമിൽ നമ്മളോട് വിട പറഞ്ഞു പോയ ധാരാളം ആളുകൾ. എല്ലാവരെയും നമ്മൾ കരുതിക്കൊണ്ടായിരിക്കണം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്. സ്വാഭാവികമായും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് അതൊക്കെ ആർക്കും തെറ്റാറില്ല. അല്ലാഹു സമദ് അതും എല്ലാവരും നന്നായി ഓതി എന്ന് വരും. ലം യലിദ് വലം യൂലദ് അതും നന്നായി എല്ലാവരും ഓതും. പക്ഷേ അടുത്തത് ഓതുമ്പോഴാണ് ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവിടെ ഈ വലം യകുല്ലഹു എന്ന് പറഞ്ഞിട്ട് കുഫുവൻ അഹദ് എന്നാണ്. കുഫുവൻ എന്നാൽ അവിടെ വാവിന് തൻവീന. അപ്പൊ ഈ തൻവീനിന് ശേഷം അലിഫ് വന്നാൽ, ഹംസ വന്നാൽ അവിടെ നമ്മൾ ഇൽഹാറാക്കി ഓതണമെന്നാണ് ഖിറാഅത്തിന്റെ നിയമം. അപ്പൊ പലരും അത് ശ്രദ്ധിക്കാറില്ല. കുഫുവൻ അഹദ്, കുഫുവൻ അഹദ്, ഈ വാവിന്റെ കൂടെ നൂനാക്കി ഓതും. അവിടെ ആ നൂന് അവിടെ വരികയാണ്, ഒരു നൂന് എക്സ്ട്രാ.
വരികയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഹംസ നഷ്ടപ്പെടുകയാണ്. കുഫുവൻ അഹദ്, കുഫുവൻ അഹദ്, അവിടെ ഹംസ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പോ അഹദ് എന്ന് പറയുന്ന ആ ഹംസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഖിറാഅത്ത് വെറുതെയായി പോകും. അതുകൊണ്ട് എല്ലാവരും കുഫുവൻ എന്ന് പറഞ്ഞ് അവിടെ ഒരു ചെറിയ ഒരു അടക്കത്തിന്റെ ആവശ്യമല്ല. ഇൽഹാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ചെറിയ അടക്കത്തോടുകൂടെ അടുത്ത അക്ഷരം വ്യക്തമായി മൊഴിയാം. ഒരു തൻവീനിന് ശേഷം ഹംസ വന്നാൽ ഇൽഹാറായി വ്യക്തമായി മൊഴിയാം. അപ്പൊ കുഫുവൻ, അത് കഴിഞ്ഞിട്ട് ഹംസ ശരിക്കും മൊഴിയണം. കുഫുവൻ അഹദ്, കുഫുവൻ അഹദ്. ഈ കാര്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന എല്ലാ മുത്തുമൂമിനീങ്ങളും മുത്തുമൂമിനാത്തുകളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഖിറാഅത്ത് തെറ്റായി പോകും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.